മേഘനാഥ് സാറിന്റെ ശബ്ദം ചെയ്യാം. മേഘനാഥൻ. ഓക്കെ. എനിക്കിഷ്ടപ്പെട്ടത് കള്ളും കറിയൊന്നല്ല, ആ കാക്കാത്തി പെണ്ണിനെ. ഇത്രയും ചന്തമുള്ളൊരു കാക്കാത്തി പെണ്ണിനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇവിടുന്ന് പോകുമ്പോ അവളും ഉണ്ടാവും എൻ്റെ കൂടെ. ഒന്നുമില്ല, കറക്റ്റാ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ആരുടെ വോയിസാ കേൾക്കാൻ പറ്റുന്നത്? അപ്പോൾ ഇനി തിലകൻ ചേട്ടൻ്റെ പട്ടണപ്രവേശം എന്ന ചിത്രത്തിലെ കരമന ജനാർദ്ദനൻ ചേട്ടനും തിലകൻ ചേട്ടനും കൂടെ ഒരു കോംബോ സീനാണ്. ഓക്കെ, കേട്ട് നോക്കാം. എടോ വനന്താ തമ്പീര്. അയ്യോ എൻ്റെ പെണ്ണ് സാറേ, ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല. എടോ ഇത് ഞാനാണോ പ്രഭാകരൻ തമ്പി. ഞാനങ്ങ് ഭയന്ന് പോയല്ലോടോ. ഇങ്ങനെ ഭയന്നാ താൻ അകത്തായി. തനിക്കത് പറയാം. പണ്ട് വിജയവാഡിലെ കാസിന ഹോട്ടലിൽ വെച്ച് ഒരു പാവം മാറുവാടിയെ തല്ലിക്കൊന്ന് അരയിലുണ്ടായിരുന്ന 4 ലക്ഷം രൂപ നമ്മൾ പങ്കിട്ട് ആ സൗഹൃദമൊക്കെ നീ ഇത്ര പെട്ടെന്ന് മറന്നല്ലോ പ്രഭാകര. എങ്ങനെയെങ്കിലും ഒരു കള്ള പാസ്പോർട്ട് ഉണ്ടാക്കി തരികയാണെങ്കിൽ ഞാൻ വല്ല സിംഗപ്പൂരിലോ മലേഷ്യയിലോ പോയി വല്ല കൂലിപ്പണിയെടുത്ത് ജീവിച്ചോളാം. എന്നാലും എന്നെ കൊപ്രാക്കളത്തിലേക്ക് പറഞ്ഞയക്കല്ലേ പ്രഭാകര. ഇനിയുണ്ടോ പെർഫോമൻസ് കയ്യിലോ? ഇനി നമ്മുടെ ബാബുരാജിന്റെ ശബ്ദം. എൻ്റെ പൊന്ന് വാഹിദയെ ഞാൻ എത്ര നേരമായിട്ട് കാത്തു നിൽക്കുകയാണെന്നറിയോ? ആ മമ്മൂട്ടി എന്ന് പറയുന്ന ഡോക്ടർ തന്നെ കാരണം നിന്നെ ഒന്ന് കാണാൻ പോലും പറ്റുന്നില്ല. ഓക്കെ, സൂപ്പർ. ഇനി നമുക്ക് ഒരാഴ്ച കൂടി ഉണ്ടോ കാണിക്കാൻ? ഇനി ഡാഡി ഗിരിജ. ബലരാമൻ, മുരുകന്റെ ശക്തി, സാക്ഷാൽ കൃഷ്ണ ഭഗവാന് ബലരാമനെ പോലെ അല്ലേ? പക്ഷേ ആയുസ് തീരെ കുറവായല്ലോ ബലരാമ. നിന്നെ ഞാനിങ്ങ് എടുക്കുക. ഡാഡിയുടെ വരവ് മുരുകൻ അറിയണ്ടേ? അതിനുള്ള ക്ഷണക്കത്താ നീ. ദൂതൻ ഇതാ ഇവനും.